നമസ്കാരം. നമ്മുടെ കേരളം കഴിഞ്ഞ 10 വർഷം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി കഴിവുകെട്ട മുഖ്യമന്ത്രിയായിരുന്നു, അതല്ലെങ്കിൽ നീതിമാനല്ലാത്ത ഒരു മുഖ്യമന്ത്രിയായിരുന്നു, അതല്ല എന്നുണ്ടെങ്കിൽ ഗുണ്ടകളെ സംരക്ഷിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു എന്ന് തെളിയണം. മൂന്നാമതും ഒരുപക്ഷെ മുഖ്യമന്ത്രി ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളം തന്നെ കുട്ടിച്ചോറായി പോയനെ എന്നതിന്റെ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് MLA സ്ഥാനത്ത് പോലും ഇരിക്കാൻ യോഗ്യത ഇല്ലാതിരുന്നിട്ടും 10 കൊല്ലം അദ്ദേഹം തികച്ചു ഭരിച്ചു എന്നത് നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ ജനാധിപത്യ സംവിധാനത്തിന്റെ സംഭവിച്ചിട്ടുള്ള കളങ്കമാണ്, നാണക്കേടാണെന്ന് പറയാതിരിക്കാൻ വയ്യ. പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുക, സത്യവും നീതിയും നടപ്പിലാക്കുക, പൗരബോധത്തോടെയും രാഷ്ട്രബോധത്തോടെയും പൗരധർമ്മം അനുസരിച്ച് ജീവിക്കുക, എല്ലാ ജനങ്ങൾക്കും തുല്യനീതി ഉറപ്പാക്കുക. ഇതൊക്കെയാണ് ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ഒരു ഭരണാധികാരി ആണല്ലോ. ഇതൊക്കെ പറഞ്ഞു തന്നെയാണല്ലോ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. അദ്ദേഹത്തിന്റെ മൂക്കിന് താഴെ നിയമം പരസ്യമായി ലംഘിക്കപ്പെട്ടു, കുറ്റവാളികൾ സംരക്ഷിക്കപ്പെട്ടു. എന്നിട്ട് അതൊന്നും കാണാതെ ആ ചെയ്ത വൻ കുറ്റങ്ങൾ, ആ ഗുണ്ടായിസങ്ങൾ, അത് രക്ഷാപ്രവർത്തനമാണ്, അവരൊക്കെ നിരപരാധികളാണ്, അതൊക്കെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ് ആ കുറ്റവാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നടപടികൾ എടുത്ത, അതിനുവേണ്ടി നീതിപൂർവം പ്രവർത്തിക്കുന്ന നീതിമാന്മാരായിട്ടുള്ള പോലീസുകാരെ അത് മാറ്റി എഴുതിച്ച് കള്ളം എഴുതാൻ, കള്ളം പ്രചരിപ്പിക്കാൻ, അല്ലെങ്കിൽ നുണ എഴുതി ഈ കള്ളന്മാരെ രക്ഷിക്കാൻ വേണ്ടി, നിരപരാധികളെ ശിക്ഷിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത ഒരു ഭരണാധികാരി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അദ്ദേഹത്തെ ന്യായീകരിക്കുക? ജനാധിപത്യത്തിന് ഇത് വലിയ നാണക്കേടാണ്. ഒരു ഭരണാധികാരിയാണ് ഇത്തരത്തിൽ ഗുണ്ടകളെ സംരക്ഷിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും അതിനെ എങ്ങനെ വിശദീകരിക്കണമെന്ന് പറയാൻ പറ്റുന്നില്ല. നവകേരള യാത്രയ്ക്കിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാരും അതുപോലെ CPM ഗുണ്ടകളും ഗുണ്ടകളാക്കി അവർ നിയോഗിച്ചിരുന്ന ചില പോലീസുകാരെ അവരെ നിർബന്ധിച്ചതായിരിക്കാം, മനഃപൂർവ്വമല്ല. അങ്ങോട്ട് പോയി അടിക്കട എന്ന് പറഞ്ഞാൽ അടിക്കാതിരിക്കുന്ന നിവൃത്തിയില്ലല്ലോ. കാര്യം ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ ആയിരിക്കുമ്പോൾ CPM പ്രവർത്തകർ അവരൊക്കെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്നവരാ. അവർ പറയുന്നത് കേൾക്കല്ലാതെ ഈ പോലീസുകാർക്ക് വേറൊരു മാർഗമില്ലായിരുന്നു അക്കാലത്ത്. അത്തരത്തിൽ CPM ഗുണ്ടകളും ഈ പോലീസ് ഗുണ്ടകളും ചേർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി തല്ലിച്ചതച്ച ആ സംഭവം നിയമവാഴ്ചയോടുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് എന്നാണ് അക്കാലത്ത് കേരളത്തിലെ ജനങ്ങൾ, അല്ലെങ്കിൽ നീതിബോധമുള്ള ജനങ്ങൾ പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി അന്ന് അതിനെ വിളിച്ചത് രക്ഷാപ്രവർത്തനം എന്നാണ്, ന്യായീകരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ആ കേസ് അട്ടിമറിക്കാൻ അന്നത്തെ ഉന്നതരായ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് അന്നത്തെ റിപ്പോർട്ട്, സത്യസന്ധരായ ഉദ്യോഗസ്ഥർ അവരുടെ അന്വേഷണ റിപ്പോർട്ട് എഴുതി വെച്ചപ്പോൾ അതിനെ തിരുത്തി കള്ളന്മാരെയും കൊള്ളക്കാരെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഗുണ്ടകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി റിപ്പോർട്ട് തിരുത്തിച്ചു എന്നുള്ള വിവരമാണ് പുറത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് വിവാദമായിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ ചെയ്തല്ലേ ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മർദ്ദിച്ച കേസ് അല്ലേ? മുൻ ADGP MR രാജ്കുമാർ നേരിട്ട് ഇടപെട്ടതായിട്ടല്ലേ ഇപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴത്തെ SIT പ്രത്യേക അന്വേഷണ ഏജൻസിക്ക് മുന്നാകെ മൊഴി കൊടുത്തിരിക്കണേ. പിണറായി കാലത്തെ പോലീസിനെ, അതുമായി ബന്ധപ്പെട്ട പോലീസിനെ അപ്പാടെ പ്രതിക്കൂട്ടിൽ ആക്കുന്ന കടുത്ത തെളിവുകളല്ലേ ഇപ്പോൾ ഓരോന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കഷ്ടമെന്ന് പറഞ്ഞാൽ ഈ കേസ് ഈ രീതിയിൽ റിപ്പോർട്ട് തിരുത്തി ഗുണ്ടകളെ രക്ഷിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത സമയമാണ്. കേരളം നിലവിളിച്ചുകൊണ്ടിരുന്ന, കരഞ്ഞുകൊണ്ടിരുന്ന, കണ്ണീരൊഴുക്കിക്കൊണ്ടിരുന്ന ഒരു സമയം. മുണ്ടക്കൈ ചുരുൾമല, വയനാട് മുണ്ടക്കൈ ചുരുൾമല ദുരന്തമുണ്ടായ സമയം. നാട് മുഴുവൻ കരയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ, ആശ്രയമില്ലാതെ ഉഴലുന്ന സമയത്ത് അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ADGP അജിത് കുമാർ ഈ ഗുണ്ടകളെ സംരക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഗവേഷണത്തിലായിരുന്നു. ആ കേസ് മാറ്റി എഴുതുന്ന തിരക്കിലായിരുന്നു എന്നാണ്. അതായിരുന്നു അദ്ദേഹത്തിന്റെ അത്യാവശ്യം. 2024 ഓഗസ്റ്റ് 13, 14, 15 തീയതികളിൽ ഈ ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി അവരെ കൊണ്ടത് മാറ്റി എഴുതിച്ചു എന്നാണ്. ദൃശ്യങ്ങൾ ഇല്ല എന്ന് എഴുതി ചേർക്കാൻ സമ്മർദ്ദം ചെലുത്തി എന്നാണ് പറയുന്നത്. പോലീസുകാർ പറഞ്ഞെന്താ, ദൃശ്യങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഇപ്പോഴുമുണ്ട്, ഇത് ലോകം മുഴുവൻ കണ്ടതാണ്, സോഷ്യൽ മീഡിയയിലും അല്ലാതെ ഉള്ളതാണ്, മീഡിയകൾ അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, നമ്മൾ എത്ര തന്നെ പറഞ്ഞാലും എത്ര തന്നെ നിഷേധിച്ചു കഴിഞ്ഞാലും അത് പുറത്തു വരും, അത് തെളിവാണ് എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ളൊരു ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടില്ല, പോലീസിന്റെ കൈവശം അത്തരത്തിലുള്ളൊരു വീഡിയോയേ ഇല്ല എന്ന് എഴുതി ചേർക്കണമെന്നാണ് പറയണേ. കാര്യം അടുത്ത 5 വർഷം കൂടി പിണറായി ഭരിക്കുമല്ലോ, ഭരണം കിട്ടുമെന്ന് ഉറപ്പാണല്ലോ. അപ്പോൾ 15 വർഷം കഴിയുമ്പോഴേക്കും ഇത് തേഞ്ഞു മാഞ്ഞു പൊയ്ക്കോളും എന്ന് കരുതിയിട്ടുണ്ടാകും. നീതിബോധമുള്ള സത്യസന്ധരായ പോലീസുകാർ അതിന് മടിച്ചു നിന്നപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ADGP അവരെ ഭീഷണിപ്പെടുത്തി എന്നാണ് മൊഴി വരുന്നത്. ഗൺമാന്മാരുടെ മർദ്ദന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന് റിപ്പോർട്ടിൽ എഴുതി വെക്കണം, ഞാൻ പറയുന്നത് കേട്ടാൽ മതി, ഉത്തരവാണ് എന്നാണ്. എഴുതി കൊടുക്കല്ല, ഉത്തരവാണ്, മര്യാദയ്ക്ക് അങ്ങോട്ട് എഴുതി വെച്ചോ, ഇല്ലെന്നുണ്ടെങ്കിൽ പണി ഇങ്ങോട്ട് തെറിക്കുമെന്ന് പറയുന്നത്. ഭീഷണിയാണ്. നീതിമാനായ പോലീസുകാർ തയ്യാറാക്കിയിരുന്ന ആ റിപ്പോർട്ട് അവസാനം ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ അവർ തന്നെ മാറ്റി എഴുതി.
ഔദ്യോഗിക കൃത്യനിർവഹണം, പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി. അതായത് മുഖ്യമന്ത്രിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾക്ക് മർദ്ദിക്കേണ്ടി വന്നു, അതുകൊണ്ട് ആ പോലീസുകാരെ ഒരു കാരണവശാലും അവർക്കെതിരെ നിയമ നടപടി എടുക്കാൻ പറ്റില്ല എന്ന്. അതായത് അത് അനിവാര്യമായിരുന്നു ആ മർദ്ദനമെന്നാണ്. മാത്രമല്ല അത്തരത്തിൽ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ കിട്ടിയിട്ടുമില്ല. കാരണം മർദ്ദനത്തിന്റെ ദൃശ്യം കിട്ടിയാൽ മാത്രമല്ലേ എങ്ങനെയാണ് അടിച്ചത് എന്ന് കോടതിയിൽ തെളിയിക്കാൻ പറ്റുള്ളൂ. ഇവർ കൊണ്ടുവന്ന് കൊടുക്കണമല്ലോ. അപ്പോ പോലീസ് തന്നെ പറയുന്നു അത്തരത്തിലൊരു സംഭവമേ നടന്നിട്ടില്ല എന്ന്. എന്തൊരു കഷ്ടമാണ് ഇവിടെ. പച്ചയ്ക്ക് കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാർ കണ്ട ഒരു മഹാസംഭവം, രാജ്യം മുഴുവൻ, നമ്മുടെ സംസ്ഥാനം മുഴുവൻ സങ്കടപ്പെട്ട് ഞെട്ടി വിറങ്ങലിച്ചിരിക്കുന്ന സമയത്ത് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി അത് തിരുത്തി എഴുതിച്ചു, CPM ഗുണ്ടകൾക്ക് വേണ്ടി അത് തിരുത്തി എഴുതിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം എങ്ങനെയാണ് നീതിമാനായിട്ടുള്ള ഒരു ഭരണാധികാരിയാകുന്നത്? നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു എന്നതാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണാധികാരികൾക്കെതിരെ ജനങ്ങൾ തെരുവിൽ പ്രതിഷേധിച്ചാൽ, ആരെങ്കിലും അദ്ദേഹത്തിനെതിരെ സമരത്തിനിറങ്ങിയാൽ അത് ഭരണകൂടത്തിന്റെ പരാജയമാണ് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? ആ ഭരണാധികാരിയുടെ അമ്പേ പരാജയപ്പെട്ട ഭരണമായതുകൊണ്ടാണ്. അദ്ദേഹം നീതിമാനായ ഒരു ഭരണാധികാരിയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലൊരു സമരം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത്തരത്തിൽ ഒരു സമരം ഉണ്ടായാൽ, ഒരു പ്രതിഷേധം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഭരണാധികാരി അവിടെ ഇരുന്ന് ഭരിക്കാൻ യോഗ്യനല്ല എന്ന് വേണം കരുതാൻ. ഇനി ഒരു പക്ഷെ നമുക്ക് പറയാം ആ ഭരണാധികാരി ന്യായമുള്ളവൻ തന്നെയായിരുന്നു. അങ്ങനെ ന്യായമുള്ള നീതിമാനായിട്ടുള്ള ഒരു ഭരണാധികാരിയുടെ എതിരെയാണ്, അല്ലെങ്കിൽ അവരുടെ മുന്നിലാണ് കരിങ്കൊടിയുമായിട്ട് യൂത്ത് കോൺഗ്രസ് ചെന്നത് എന്ന് വേണമെങ്കിൽ വാദിക്കാം. ശരി, സമ്മതിച്ചു കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ ഗുണ്ടായസത്തിന് വേണ്ടിയിട്ട് അമ്മാതിരി മത്സരിച്ചിട്ട് ഇങ്ങനെ റിപ്പോർട്ട് തിരുത്തിയെഴുതുന്നതിനാ? അപ്പൊ നീതിമാനല്ലല്ലോ. അതായത് ശരിക്കും നീതിമാനല്ല ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ, അനുയായികൾ, അവരെല്ലാം അത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചത് ന്യായയുക്തമാണ്. ഈ പിണറായി വിജയൻ എന്ന അന്നത്തെ മുഖ്യമന്ത്രി അതിന് യോഗ്യനായിരുന്നു എന്നാണ്. അദ്ദേഹത്തിനെതിരെ കരിങ്കൊടി എന്നല്ല, അദ്ദേഹത്തിന്റെ കസേരയിൽ നിന്ന് തന്നെ പിടിച്ചിറക്കി വിടേണ്ടതായിരുന്നു എന്നാണ് ഇപ്പൊ തെളിയുന്നത്. കാരണം അവിടെ നടന്ന ഗുണ്ടായുസത്തെ നിയമപരമായി നേരിടുന്നതിന് പകരം ഉന്നത പോലീസ് മേധാവികളെ ഉപയോഗിച്ചിട്ട് റിപ്പോർട്ട് തിരുത്തിച്ച് പ്രതികളെ രക്ഷിച്ചു. അങ്ങനെ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഗുരുതരമായിട്ടുള്ള സത്യപ്രതിജ്ഞാ ലംഘനമല്ലാതെ പിന്നെ എന്താണ്? ഏതായാലും കഥ മാറി മറിഞ്ഞു. ഇപ്പൊ എല്ലാം പുറത്തു വരുന്നു. ഇതാണ് കള്ളത്തരങ്ങൾ. എല്ലാ തവണയും എല്ലായ്പ്പോഴും മൂടി വെക്കാനൊന്നും പറ്റൂല. അത് കയറ് പൊട്ടിച്ച് പുറത്തു വരും. ഗൺമാന്മാരായിട്ടുള്ള അനിലും സന്ദീപും ഉൾപ്പെടെയുള്ള പോലീസുകാരെ സസ്പെൻഡ് ചെയ്യാൻ ആഭ്യന്തര വകുപ്പ് ആലോചിക്കുന്നുവെങ്കിലും യഥാർത്ഥ സൂത്രധാരൻ ഇപ്പോഴും നിഴലിൽ തന്നെയാണ്. സ്വന്തം പൗരന്മാരെ തലിച്ചതയ്ക്കാൻ ഗുണ്ടകൾക്കും ഗൺമാന്മാർക്കും അനുവാദം നൽകുകയും പിന്നീട് അത് മറച്ചുവെക്കാൻ അധികാരം ദുർവിനിയോഗം ചെയ്യുകയും ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ സത്യപ്രതിജ്ഞാ ലംഘനത്തിന്റെ പേരിൽ വിചാരണ നേടണം എന്നതാണ് യഥാർത്ഥത്തിൽ ജനം ആവശ്യപ്പെടേണ്ടത്. അദ്ദേഹം പ്രതിപക്ഷ സ്ഥാനത്ത്, നേതൃസ്ഥാനത്തൊന്നും ഇരിക്കാൻ യോഗ്യനൊന്നുമല്ല. MLA സ്ഥാനത്ത് പോലും ഇരിക്കാൻ യോഗ്യനല്ല. രാജിവെച്ചിട്ട് നിയമ നടപടികൾ നേരിടണം. അതാണ് വേണ്ടത്. പൊതുസമൂഹം ഇനി അതാണ് വിളിച്ചു പറയാൻ പോകുന്നത്. അധികാരത്തിന്റെ തണലിൽ എത്ര മൂടിവെക്കാൻ ശ്രമിച്ചാലും സത്യം ഒരിക്കൽ പുറത്തു വരുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അന്ന് റിപ്പോർട്ട് എഴുതിയ പോലീസുകാർ തന്നെ ADGPക്കെതിരെ, അതായത് ADGP നിർബന്ധിച്ചിട്ട് ആ റിപ്പോർട്ട് തിരുത്തി എഴുതേണ്ടി വന്ന പോലീസുകാർ തന്നെ ADGPക്കെതിരെ നൽകിയ മൊഴി. കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച ADGPക്കെതിരെയും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെയും അടിയന്തരമായി കടുത്ത നിയമ നടപടികൾ എടുക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പിണറായി എന്ന അന്നത്തെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിനെതിരെയും നിയമ നടപടി വരേണ്ടതുണ്ട്. ഇനി അറസ്റ്റ് ചെയ്ത് ശിക്ഷാ നടപടികൾ ആവശ്യമുണ്ടെങ്കിൽ അതിലേക്ക് പോകേണ്ടതുണ്ട്. Different angles. Don't forget to subscribe and support this channel.